ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾ തൃശ്ശൂരെത്തി. അപ്പോൾ ഇപ്പം സമയം ഒരു 4 മണിയായി, കറക്റ്റ് 4:01. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ പോകാൻ പോകുന്നത് പൂരം നടക്കാൻ പോകുന്ന ആ ഒരു ഭാഗത്തോട്ടാണ്. ഭയങ്കര ബ്ലോക്കൊക്കെ ഉണ്ടാകുന്ന തോന്നുന്നു, അറിയില്ല. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകാൻ പോകുന്നത്, ഇന്ന് ഞങ്ങൾക്ക് സാമ്പിൾ വെടിക്കെട്ട് കാണണം. അതുപോലെ തന്നെ സമയമുണ്ട്, മറ്റു കുടമാറ്റത്തിനൊക്കെ ഉപയോഗിക്കുന്നതൊക്കെ നമുക്ക് കാണിച്ചു തരാം, ആളുകൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി സമയം നടത്തും. അപ്പോൾ അതൊക്കെ ഒന്ന് കാണണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. കഴിഞ്ഞ വട്ടം ഞങ്ങൾ സാമ്പിൾ വെടിക്കെട്ട് കണ്ടിട്ട് ആ വഴിയാ നേരെ ട്രിവാൻഡ്രം പോയേ. ഈ വട്ടം പൂരമൊക്കെ കാണണം എന്നാണ് ആഗ്രഹം. ഇത് നടക്കുമായിരിക്കും. അങ്ങനെ കഴിഞ്ഞ വട്ടം വരാൻ പറ്റിയില്ല, എന്താവും. അപ്പോൾ വായു, നമുക്ക് പോവാം. ശ്രൈനെ ഞങ്ങള് കേറ്റിയില്ല ഗൈസ്. അവൾ അതൊരു നടക്കാന്ന് പറഞ്ഞു പാതിയോട്, കാരണം കൊണ്ട് വരണം. നമ്മളിവിടെ തിരുവമ്പാടി അമ്പലത്തിൽ തൊഴാൻ വന്നേക്കുവാണ്. ഇവിടെ വെച്ചാണ് എൻ്റെ അമ്മയുടെ അച്ഛൻ്റെയും കല്യാണം കഴിഞ്ഞത്. അപ്പോൾ ഇതിപ്പോൾ എത്തി, ഒന്ന് തൊഴാൻ പോവാണ്. ഞങ്ങൾ ഫസ്റ്റ് ഇവിടെ തൊഴണോ വടക്കുന്നാഥനിൽ തൊഴുതിട്ട് വരണം, അങ്ങനത്തെ കുറച്ച് പ്ലാനുകൾ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്തു തിരുവമ്പാടി തൊഴുതിട്ട് അങ്ങോട്ട് പോവാന്ന്. ഗൈസ്, അപ്പോൾ നമ്മൾ തിരുവമ്പാടി ക്ഷേത്രത്തിൽ തൊഴുതിറങ്ങി. ഇനി അടുത്തത് വടക്കുന്നാഥൻ, പാർമേക്കാവ്, ആ ഒരു ഏരിയയിലോട്ട് പോവാം. ഇവിടെ തിരുവമ്പാടിയുടെ ആനച്ചമയം കാണാൻ പോവാണ്. അപ്പൊ അതിനു മുമ്പ് നമ്മൾ ചമയം കാണാൻ പോവാണ്. ഞങ്ങൾ തിരുവമ്പാടിയുടെ അത്തച്ചമയം കയറാൻ വേണ്ടി പോവാണ്, കാണാൻ എത്തിയിരിക്കുകയാണ്. നല്ല തിരക്കുണ്ട് തോന്നുന്നു. പിന്നെ പോലീസ് ഇവിടെയൊക്കെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്, വണ്ടികളൊന്നും അകത്തോട്ട് കടത്തി വിടുന്നില്ല, പല സൈഡിലും ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഇവിടുത്തെ വഴികളൊക്കെ കുറച്ചൊക്കെ ഉള്ളിലോട്ടുള്ള വഴികളൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാൻ 2 വീലറിൽ ഇടവഴി കയറി വന്നിട്ടാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് വണ്ടിയിൽ എനിക്ക് ഇവിടം വരെ എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അതിന്റെ കാഴ്ചകൾ കാണാം ഗൈസ്. ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ അത്യാവശ്യം വണ്ടിയൊക്കെ ഉണ്ട്, വലിയ തിരക്കെന്ന് പറയാൻ പറ്റില്ല. റോഡായിട്ട് അങ്ങനെ തിരക്കായിട്ടില്ല, പക്ഷെ സൈഡിൽ വണ്ടിയൊക്കെ അത്യാവശ്യം. പോയിട്ട് തിരിച്ച് താഴെ വരും. കാരണം അവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. അപ്പോൾ മുകളിൽ പോയി കണ്ടിട്ട് അവിടെ നിന്ന് താഴെ വരും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം. നമുക്ക് ആദ്യം മുകളിൽ പോവാം.
തിരുവമ്പാടിയുടെ സമയം കണ്ടു. ഇനി ഞങ്ങൾ പാറമേക്കാവിൻ്റെ ചിലപ്പോൾ കാണും. അപ്പോൾ ഗൈസ് നമ്മൾ തിരുവമ്പാടിയുടെ സമയം കണ്ടിട്ട് ഇതാ പാറമേക്കാവിൻ്റെ ആ സർക്കിളിലോട്ട് ഇങ്ങനെ നടക്കുവാണ്. ഇവിടുത്തെ കാഴ്ചയൊക്കെ ഞാൻ കാണിച്ചു തരാം. മറ്റേ സാധനം ഇല്ലേ, ആർച്ച് പോലത്തെ ഇല്ലേ? ആ പന്തല്. ഞങ്ങള് തിരുവമ്പാടിയുടെ ആനച്ചമയം കണ്ടു. ഇനി ഞങ്ങൾ പാറമേക്കാവിൻ്റെ ആനച്ചമയം കാണണം. പിന്നെ അതുപോലെ തന്നെ പാറമേക്കാവ് ക്ഷേത്രത്തിലും ഒന്ന് കയറി തൊഴണം. അപ്പോൾ ഇങ്ങോട്ടേക്കൊന്നും വണ്ടി വിടില്ല, ബ്ലോക്ക് ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വണ്ടി മടക്കിയ സ്റ്റാൻഡിൻ്റെ അവിടെ 2 വീലർ വെച്ചിട്ട് ഇങ്ങനെ നടക്കുവാണ്. അപ്പോൾ ഒരുവിധം തിരക്കൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഇത് കാണാൻ, സാമ്പിൾ എടുത്തിട്ട് കാണാനുള്ള തിരക്ക് ഇപ്പോഴേ വന്നിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അറിയാം ഈ തിരക്കിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന്. അപ്പോൾ അതിനു മുമ്പ് ഞങ്ങൾ പാറമേക്കാവിൻ്റെ ആനച്ചമയം കാണാൻ പോവാണ് ഗൈസ്. അപ്പോൾ നമ്മൾ തിരുവമ്പാടിയുടെ ആനച്ചമയം കണ്ടു. ഇനി നമ്മൾ പറയും പാറമേക്കാവിൻ്റെ ഫ്രണ്ടിലോട്ടാണ് വന്നിരിക്കുന്നത്. പാറമേക്കാവിൻ്റെ ആനച്ചമയം കാണാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല തിരക്ക് ആനച്ചമയത്തിന് കണ്ടോ, ലൈൻ നിൽക്കുന്നുണ്ടോ? തിരക്ക് കണ്ടില്ലായിരുന്നു. പക്ഷേ പാറമേക്കാവിൻ്റെ കാണാൻ ഒത്തിരി ആളുകൾ ക്യൂ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ക്യൂവിൻ്റെ ഇടയിലേക്ക് ഞങ്ങൾ കയറാൻ പോവാണ്. കുറച്ച് നേരം നിന്നാൽ മതിയായിരിക്കും, അറിയില്ല എത്രത്തോളം നിൽക്കണം എന്ന്. പെട്ടെന്ന് പോവായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വിചാരിച്ചു ആനച്ചമയം കണ്ടിട്ട് വന്ന് തൊഴാമെന്ന് വിചാരിച്ചു.
നമ്മൾ പാറമേക്കാവ് തൊഴുതിറങ്ങി. ഇവിടെ വടക്കുന്നാഥൻ തൊഴാൻ വന്നപ്പോ ഇവിടെ പോലീസ് കണ്ടു ബാക്കില് ബ്ലോക്ക് ഒക്കെ ചെയ്ത് വെച്ചേക്കുമായിരുന്നു. ഞങ്ങൾ വന്ന് ചോദിച്ചപ്പോ ആദ്യം വിട്ടില്ല. അതിനുശേഷം ഒരു മാമൻ ഇങ്ങനെ കയറി സംസാരിച്ചു. 6 മണി വരെ ഉണ്ടെന്നാ പറഞ്ഞ. അപ്പൊ ഇവര് 5:45 എപ്പോഴേക്ക് ക്ലോസ് ചെയ്തെന്ന് പറഞ്ഞ ആ മാമൻ പറഞ്ഞതും അവിടെ നിന്ന് എല്ലാരെയും കയറ്റിട്ടു. ആ കൂട്ടിന് ഞങ്ങളും കയറി. അമ്പലം അടച്ചു. വെടിക്കെട്ടൊക്കെ കഴിഞ്ഞ് സാമ്പിൾ വെടിക്കെട്ട്
വെടിക്കെട്ടൊക്കെ സാമ്പിളാണെന്ന് പറയില്ല. അപ്പൊ ഇനി മെയിൻ വെടിക്കെട്ട് എന്താകുമെന്ന് ചിന്തിക്കാൻ പോലും വയ്യ. അപ്പൊ ഗൈസ്, നമ്മൾ ഇന്ന് വെടിക്കെട്ടും സമയമൊക്കെ കണ്ടത് വീട്ടിലോട്ട് പോവാണ്. വെടിക്കെട്ട് ഒരു രക്ഷയില്ലായിരുന്നു. പാറമേക്കാവിന്റെയും അതേപോലെ തിരുവമ്പാടിയുടെയും കുറച്ചും കൂടെ എനിക്കിഷ്ടപ്പെട്ടത് പാറമേക്കാവിന്റെ ആണ് കേട്ടോ. ചെവിയൊക്കെ അടിച്ചു പോയി, രണ്ടുപേരുടേതും ചെവിയൊക്കെ അടിച്ചു പോയി. എന്നാലും ചെവിയൊക്കെ ഒരു പരിവായി അതേമാതിരിയായിരുന്നു പാറമേക്കാവിൻ്റെത്. അമ്മയും എനിക്ക് ഫോൺ പിടിച്ചിട്ടുള്ളതുകൊണ്ട് ചെവി പൊത്താൻ പറ്റില്ല. അമ്മയെ അവിടെ നിന്നവരൊക്കെ ബാക്കിലോട്ടൊക്കെ നീങ്ങി വന്നു. അടിപൊളിയായിരുന്നു. ഇനി മറ്റന്നാളാ പൂരവും കൂടെ പൊളിക്കണം. അങ്ങനെ ഞങ്ങളിപ്പോ വണ്ടി എടുക്കാൻ പോവാ, വീട്ടിലോട്ട് പോവാ. അപ്പോ ഞാൻ വിചാരിക്കുന്നു എനിക്കെല്ലാം ക്യാപ്ചർ ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ അത് കഴിഞ്ഞ് ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടണൊക്കെ അടിച്ച് പൊട്ടിക്കുക. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, സീ യു.